بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى നാം അനുഷ്ഠിച്ചതായ നോമ്പ് പരിപൂർണമായി പിടിച്ചു വീടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിച്ചതായ നോമ്പുകളും പരിശുദ്ധമായ റമദാൻ ഷരീഫിനെ മുൻനിർത്തി നമ്മൾ ചെയ്തതായ മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സമ്പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും. സ്വഹാബാക്കളെ, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാനിനെ എപ്പോഴും നിങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനന, എങ്ങനെയാണ് നബിയെ നമ്മുടെ ഈമാനിനെ പുതുക്കാനുള്ളത്, എങ്ങനെയാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്വമായ വാക്യത്തിനെ നിങ്ങൾ അധികമായി പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചൊല്ലുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. ഈ ദിക്റിലുമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതായ വിശ്വാസത്തിന് കൽബിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരണം. ഈമാനിനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാനിന് 70 ശാഖകളുണ്ട്. അഫ്ദലുഹാ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. അതിനഹ ഇമാതത്തുൽ അഅദാ അനി ത്വരീഖ്. ഈമാനിന്റെ 70 ശാഖകളിൽ ഏറ്റവും താഴ്ന്ന ശാഖ എന്ന് പറയുന്നത് വഴിയിൽ നിന്നും ഉപദ്രവകരമായ വസ്തുക്കൾ എന്തെങ്കിലും നീക്കം ചെയ്യുക. ഇത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പിന്നീട് പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ, നാണം എന്ന് പറയുന്നത് ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്. നമ്മൾ സാധാരണ മറ്റുള്ളവരെ പരിഹസിക്കാറുണ്ട്, നിനക്ക് നാണമില്ലേ, നിനക്ക് ലജ്ജയില്ലേ. നാണം നമ്മുടെ ആൺമക്കൾക്കായാലും പെൺമക്കൾക്കായാലും ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും വേണ്ടുന്ന ഒരു ഘടകമാണ് നാണം, ലജ്ജ എന്ന് പറയുന്നത്. അത് ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഈമാനികമായ അംശം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ നരകത്തിലേക്ക് കടക്കുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കും, ഈമാനിന്റെ ഒരു അംശമെങ്കിലും. എങ്ങനെ ഈമാനുണ്ടെന്നറിയും? പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹദീസുകൾ, റസൂലിന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ഈമാനിന്റെ വളർച്ച നമുക്കുണ്ടാവും. അലാ റബ്ബിഹിം യതവക്കലൂൻ, പടച്ചവനിലേക്ക് തവക്കുലാക്കും. അല്ലദീന യുഖീമൂനസ് സ്വലാ, അങ്ങനെ യഥാർത്ഥമായി ഈമാനുള്ളവരുടെ അടയാളമായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്നും അവർ പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ ചിലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അക്കൂട്ടരാണ് യഥാർത്ഥമായ വിശ്വാസികൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എൻ്റെ ഉമ്മത്തിലുള്ള എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും,
ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബാ, ആരാണ് നബിയെ വിസമ്മതിച്ചവർ ആരാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്നത വമൻ അസാനി ഫഖദ് അബാ. എന്നെ വഴിപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, എന്നോട് ആര് എതിര് പ്രവർത്തിച്ചുവോ അവനാണ് വിസമ്മതിച്ചവൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി വിസമ്മതിച്ചതാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, ഈ ആദമിനെ നിങ്ങൾ സുജൂദ് ചെയ്യണം മലക്കുകളോട് പറഞ്ഞപ്പോൾ ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബാ, ഇബ്ലീസ് വിസമ്മതിച്ചു. വസ്തക്ബറ, ആ ഇബ്ലീസ് വസ്തക്ബറ, അഹങ്കാരം കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടുപോയി. വിസമ്മതിക്കുന്നവർ ദീനിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും വിസമ്മതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുന്ന വിഷയത്തിൽ, തങ്ങളെ ഇത്തിബാഉ ചെയ്യുന്ന വിഷയത്തിൽ എന്തെങ്കിലും അല്പമെങ്കിലും ഒരു വിസമ്മതം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ അവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിര് പ്രവർത്തിച്ചവരായി. അങ്ങനെ എതിര് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം ലഭ്യമല്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ ഈമാനിന്റെ കണികയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായ നിലയിൽ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിച്ച് അവസാനം നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് ഒരണ്ണുമണി തൂക്കം ഈമാനുള്ളവരെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലെങ്കിലും പെട്ടുകൊണ്ട് നാളെ സ്വർഗപ്രവേശനം നേടാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്